അപ്പൊ ദിവസങ്ങളൊക്കെ ഓടിപ്പോയി ഇന്ന് 2026 ജനുവരി മാസം 22. കാൽ നൂറ്റാണ്ടിന് മുൻപ് ഒഡീഷയിലെ ഒരു ഗ്രാമത്തിൽ ആകാശത്തോളം ഉയർന്ന തീജ്വാലകൾ ഒരു കുടുംബത്തെ മുഴുവൻ ദഹിപ്പിച്ച രാത്രിയുടെ ഓർമ്മ ദിവസമാണിന്ന്. മിഷണറി സേവനത്തിനായി ഇന്ത്യയിലെത്തിയ ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിന്റെ 2 പിഞ്ചുമക്കളെയും ഉറക്കത്തിൽ ജീവനോടെ ദഹിപ്പിച്ച ആ ക്രൂരതയ്ക്ക് ഇന്ന് 27 വർഷം തികയുകയാണ്. ഒരു നിമിഷം ഒന്ന് ആലോചിക്കൂ. സ്വന്തം ഭർത്താവും ലോകം കണ്ടു തുടങ്ങിയിട്ടില്ലാത്ത 10 വയസ്സുകാരൻ ഫിലിപ്പും 6 വയസ്സുകാരൻ തിമോത്തിയും ജീവനോടെ ചുട്ടെരിഞ്ഞു കിടക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ. ലോകം മുഴുവൻ ആ ഞെട്ടലിൽ സ്തംഭിച്ചു നിൽക്കുമ്പോൾ ആ അമ്മയിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിച്ചത് നിലവിളികളും ശാപവാക്കുകളുമായിരുന്നു. പക്ഷേ ഗ്ലാഡിസ് സ്റ്റെയിൻസ് ലോകത്തെ പഠിപ്പിച്ചത് മറ്റൊന്നാണ്. തന്റെ സർവസ്വവും കവർന്നെടുത്തവരോട് അവർ പറഞ്ഞു, ഞാൻ അവരോട് ക്ഷമിക്കുന്നുവെന്ന്. എൻ്റെ ഉള്ളിൽ വിദ്വേഷമില്ല, ദൈവത്തിൻ്റെ സ്നേഹം പകരാനാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്ന്. ആ സ്നേഹം ഇന്നും തുടരുകയാണ്. നോക്കൂ, പകയുടെ അഗ്നിയേക്കാൾ ഉജ്ജ്വലമായത് ക്ഷമയുടെ വെളിച്ചമാണ് എന്നും ആ വാക്കുകൾ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു. ഗ്രഹാം സ്റ്റെയിൻസ് ഈ മണ്ണിലെ കുഷ്ഠരോഗികളെ തൊട്ട് തലോടിയത് സ്നേഹം കൊണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ വിയോഗത്തിനു ശേഷം ഗ്ലാഡിസ് സ്റ്റെയിൻ ഈ മണ്ണിൽ തുടർന്നത് ആ സ്നേഹത്തിന്റെ പൂർത്തീകരണത്തിനായിരുന്നു. താൻ തനിച്ചല്ലെന്നും ഇന്ത്യയിലെ ജനങ്ങൾ തന്റെ കുടുംബമാണെന്നും അവർ വിശ്വസിച്ചു. ഇന്ന് നമ്മൾ നേരിടുന്ന ഓരോ ചെറിയ തർക്കങ്ങളിലും പ്രതികാരം ചെയ്യാൻ വെമ്പുന്ന നമ്മുടെ മനസ്സുകൾക്ക് മുൻപിൽ ഗ്ലാഡിസ് ഒരു വലിയ പാഠപുസ്തകമാണ്. തിരിച്ചടിക്കുന്നതിലല്ല, മറിച്ച് തളരാതെ സ്നേഹിക്കുന്നതിലാണ് യഥാർത്ഥ വീര്യമെന്ന് അവർ കാണിച്ചു തന്നു. ഇരുട്ടു നിറഞ്ഞ ഒരു ലോകത്ത് വെളിച്ചമാകാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ ആ ഒരാളാകാൻ നമുക്കും സാധിക്കണം. ഗ്ലാഡിസ് സ്റ്റെയിൻസിന്റെ തന്നെ വാക്കുകൾ പോലെ ക്ഷമ എന്നത് കേവലം ഒരു വാക്കല്ല, അത് സ്നേഹത്തിന്റെ ഏറ്റവും ഉന്നതമായ രൂപമാണ്. സ്നേഹത്തിന് മാത്രമേ ലോകത്തെ സൗഖ്യമാക്കാൻ കഴിയുകയുമുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അന്ന് ഒഡീഷയിൽ മതതീവ്രവാദികളാൽ ജീവൻ നഷ്ടപ്പെട്ടത് 3 പേർക്കാണ്. പക്ഷേ വിദ്വേഷത്തിനെ തോൽപ്പിക്കാൻ കഴിയാത്ത സ്നേഹത്തിൻ്റെ വലിയൊരു മാതൃക അവിടെ നിന്നും ലോകത്തിന് പകർന്നു കിട്ടി. ആ സ്മരണ നമ്മുടെ ഉള്ളിലും സമാധാനത്തിൻ്റെ വിത്ത് പാകട്ടെ. നമുക്കൊക്കെ ക്ഷമിക്കാൻ കഴിയട്ടെ. സ്നേഹത്തോടെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കട്ടെ. നോക്കൂ, നമുക്കെല്ലാവർക്കും ഈ ചില ദുരനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും അല്ലേ? ചില മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ചിലരൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ചതിന് ശേഷം അവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അനുഭവിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടാകും. അവരോട് വലിയ ദേഷ്യവും വെറുപ്പും നമ്മളിലൊക്കെയും ഉണ്ടായിട്ടുമുണ്ടാകും. പക്ഷേ ആ വെറുപ്പിനെ ഒന്ന് മാറ്റി നിർത്തി ഒരു പക്ഷേ അതാവും അവരുടെ ഒരു വ്യക്തിത്വം, അതല്ലെങ്കിൽ അതാകും അവരുടെ ഒരു സാഹചര്യം. അങ്ങനെയൊക്കെയും കരുതി അതിനെ ക്ഷമിക്കാനും പൊറുക്കാനും നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പാവങ്ങളെ ചേർത്ത് പിടിക്കാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെയും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്